ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നാലാമത്തെ മൊഡ്യൂളിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഏറ്റവും അവസാനത്തെ മൊഡ്യൂളായ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മൊഡ്യൂളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. സോ ഇതുവരെ നമ്മുടെ ഈ ജേർണിയിൽ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന നാലാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാലിനി ചിബ് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിട്ടുള്ള എൻഡേവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയുമാണ് നമ്മുടെ എൻഡേവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. സോ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും പതിപോലെ തന്നെ കമന്റ് ബോക്സിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുത്തോളൂ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് പാസ് ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഡേവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് നമ്മുടെ മാലിനി ചിബ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ആണ് കേട്ടോ. ആൻഡ് നമ്മൾ ടെക്സ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ റൈറ്ററിനെ കുറിച്ച് കുറച്ച് നമുക്ക് നോക്കാനുണ്ട്. കാരണം നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ ഈ റൈറ്ററായ മാലിനി ചിബിന്റെ സ്റ്റോറി തന്നെയാണെങ്കിലും അവരെ കുറിച്ച് ആ കഥയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് മാലിനി ചിബ് എന്ന് പറയുന്ന നമ്മുടെ ഈ എഴുത്തുകാരി ഒരു ഇന്ത്യൻ ഡിസബിലിറ്റി റൈറ്റ്സ് ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷണൽ ഓട്ടോബയോഗ്രഫിയുടെ ഓതർ കൂടിയാണ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എടുത്തിരിക്കുന്നത് അവരുടെ ഈ പറഞ്ഞ വൺ ലിറ്റിൽ ഫിംഗർ എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ റൈറ്ററായ മാലിനി ചിബിന് ജനിച്ചപ്പോൾ തന്നെ ലോസ് ഓഫ് ഓക്സിജനുമായി ബുദ്ധിമുട്ടത് കൊണ്ട് അവർക്ക് സെറിബ്രൽ പൾസി എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടുകയായിരുന്നു. അങ്ങനെ അവരൊരു ഡിസേബിൾ ആയ ഹ്യൂമനായി വളരുകയാണ്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും അവർക്ക് അഡ്മിഷനുകൾ നൽകിയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത് നമ്മുടെ മാലിനി ചിബ് എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയായ വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷണൽ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സോ അതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ആൻഡ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ ഈ ഒരു പോർഷനിൽ എന്താണ് നമ്മുടെ റൈറ്ററായ മാലിനി ചിബിന് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്കൊരു സ്റ്റോറി പോലെ നോക്കാം. ആഫ്റ്റർ മൈ ഡിഗ്രി ഐ വെന്റ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ എ ഷോർട്ട് വിസിറ്റ് in 1988. It was a great learning experience for me. One of the places I visited was Berkeley. Okay, അപ്പോൾ നമ്മളെ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കഥാപാത്രവും റൈറ്ററും കൂടിയായ മാലിനി ചിബ് എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഒരു വിസിറ്റിന് പോവുകയാണ്. ആൻഡ് അവിടെ വെച്ച് അവർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബെർക്ക്ലി എന്ന് പറയുന്ന സ്ഥലം. ആൻഡ് അത് അവർക്കൊരു വളരെ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തായിരുന്നു ആ ഒരു experience. When visiting the university town of Berkeley, I was pleasantly surprised to find it teeming with electric wheelchairs. അതായത് ബെർക്ലിയിലെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ അവർക്ക് അവിടെ ഇലക്ട്രിക് വീൽ ചെയറുകൾ കാണാൻ സാധിച്ചു. ഇന്ത്യയിൽ അവർ ജീവിച്ചിരുന്നത് മുംബൈയിലായിരുന്നു. ആൻഡ് അവിടെ അവർക്ക് അധികം വീൽ ചെയർസ് ഒന്നും കാണാനേ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ കണ്ട് അവർ അത്ഭുതപ്പെടുകയാണ്. എവറി പ്ലേസ് വാസ് accessible, be it a library, museum, restaurant, shop, school, public toilet or theater. ആൻഡ് ഇന്ത്യ കണ്ടു വളർന്ന ആ കുട്ടി യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഈ ബെർക്ലിയിൽ എത്തിയപ്പോൾ അവർക്ക് ആ സ്ഥലം കൂടുതൽ ആക്സസിബിൾ ആയിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും കൂടുതൽ ആക്സസിബിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിരുന്നു അവിടെയുള്ള ലൈബ്രറീസും മ്യൂസിയംസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും ഷോപ്പും സ്കൂളും പബ്ലിക് ടോയ്ലറ്റും എന്ന് പറയുന്ന തിയേറ്റർ വരെ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾക്ക് വരെ സിമ്പിൾ ആയിട്ട് കൊണ്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇൻഫാക്ട് ദ ക്യാമ്പസ് ഇസ് ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾഡ് പേഴ്സൺ ടു ഹാവ് an electric wheelchair. Besides mobility, it gives a disabled person a sense of freedom. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്യാമ്പസ് വരെ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളിന് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു അതിന്റെ ആർക്കിടെക്ചർ മൊത്തം നടത്തിയിരുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത് അവരുടെ ക്യാമ്പസ് കുറച്ചൊരു മലമുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വീൽ ചെയർസ് എല്ലാം അത്യാവശ്യമായിരുന്നു. Coming from a country where most buildings are totally inaccessible to wheelchairs, often I have been upset while trying to enter 5-star hotels, art galleries or parks in India to find that no thought has been given to a person who cannot walk. Usually all that is needed is a ramp. So നമ്മുടെ മെയിൻ കഥാപാത്രമായ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള നമ്മുടെ മാലിനി ചിബ് യുഎസിലെ ബെർക്ലിയിൽ എത്തുമ്പോൾ അതിശയിക്കുകയാണ്. കാരണം അവർ വരുന്നത് അവിടെ നിന്നാണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, മുംബൈയിൽ നിന്നാണ് കേട്ടോ. സോ അവിടെയൊക്കെ മിക്ക ബിൽഡിങ്ങുകളും ഡിസേബിൾഡ് ആയിട്ട് ആൾക്കാർക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം വീൽ ചെയറിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ഇന്ത്യയിലെ അന്നത്തെ കാലത്ത് മിക്ക ബിൽഡിങ്സും ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് എല്ലാ സ്ഥലങ്ങളും എവറി പ്ലേസ് വാസ് ആക്സസിബിൾ എന്നായിരുന്നു കേട്ടോ. ഇൻ ബെർക്ലി there were several organizations dealing with disabled students and fighting for the rights
ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ. അതുപോലെ തന്നെ നമ്മുടെ മാലിനി ചിബിന് ബെർക്ലിയിൽ കാണാൻ സാധിച്ചു എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ അധികം ഡിസേബിൾഡ് സ്റ്റുഡൻസിനുമായിട്ട്, അതായത് അംഗവൈകല്യം ബാധിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ റൈറ്റ്സിനും വേണ്ടി പലതരം ഓർഗനൈസേഷനുകളും ബെർക്ലിയിൽ ഉള്ളതായി അവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവർ അതിലൊരു ഡിസേബിൾഡ് പീപ്പിളിനുള്ള ഒരു ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യുകയാണ്. സോ അവിടെയും അവർക്ക് കാണാൻ സാധിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസേബിൾഡ് പീപ്പിളിനും അവർക്കായിട്ട് ഒരു അറ്റൻഡന്റ് ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾക്ക് അവർക്കൊരു ഹെൽപ്പറായിട്ട് അറ്റൻഡന്റ്മാർ ഉണ്ടായിരുന്നു എന്നാണ് മാലിനി ചിബ് നമ്മളോട് പറയുന്നത്. വാട്ട് ഐ ഫൗണ്ട് ഹ്യൂജ്ലി അമേസിംഗ് വാസ് ദാറ്റ് ഡിസേബിൾഡ് പീപ്പിൾ themselves were in charge and were placed in positions of power. അതുപോലെ തന്നെ അവർക്ക് കാണാൻ സാധിച്ചത് എന്തായിരുന്നു വെച്ചാൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളിന്റെ ഉത്തരവാദിത്തം അവർ തന്നെയായിരുന്നു ഏറ്റെടുത്തിരുന്നത്. അതായത് അവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടിയിരുന്നെങ്കിലും, അതായത് അറ്റൻഡന്റ്മാരുടെ രൂപത്തിൽ അവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് നേടിയിരുന്നെങ്കിലും അവരുടെ ചാർജ് ഏറ്റിരുന്നത് അവർ തന്നെയായിരുന്നു എന്നാണ് മാലിനിക്കവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള പല പീപ്പിളും സൊസൈറ്റിയുടെ ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതും ഹയർ പവേഴ്സുമായി ഇരിക്കുന്നതും അവർക്ക് കാണാൻ സാധിക്കുകയാണ്. സോ ഇതൊക്കെ മാലിനിയുടെ വിഷനെ മാറ്റിമറിക്കുകയാണ്. അതായത് അവർ വരുന്ന നാടായ ഇന്ത്യയിലെ മുംബൈയിൽ നിന്ന് അവർക്ക് ഇതൊന്നും കാണാൻ സാധിച്ചില്ല. അതായത് വീൽ ചെയറുകൾ പോലും അവർ പലപ്പോഴും അപൂർവമായിട്ടാണ് അവരുടെ നാടുകളിൽ കണ്ടിരുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അംഗവൈകല്യം പിടിച്ചിട്ടുള്ള ആളുകൾ വീട്ടിൽ ഒതുങ്ങി കൂടാറാണ് പതിവ്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവർക്ക് കാണാൻ സാധിച്ചിരുന്നത്. They argue that nobody is completely independent. For instance, a normal person would need a carpenter, a plumber or a electrician perhaps. So ബെർക്ലിയിലെ പീപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും ഇൻഡിപെൻഡന്റ് അല്ല എന്നാണ്. അതായത് ഒരു നോർമൽ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു കാർപ്പന്ററിന്റെയോ അല്ലെങ്കിൽ പ്ലംബറിന്റെയോ അതല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന്റെയോ ഹെൽപ്പ് നേടേണ്ടി വന്നേക്കാം. സോ ആരും ഇൻഡിപെൻഡന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നതിൽ, അതായത് ഒരു അറ്റൻഡന്റിനെ വെക്കുന്നതിൽ ഒരു മടിയും വേണ്ട കാര്യമില്ല എന്നായിരുന്നു ബെർക്ലിയിലെ ആളുകൾ പറഞ്ഞിരുന്നത്. ദിസ് കോൺസെപ്റ്റ് appealed to me a great deal. Society always has these stereotypical concepts of disabled people where they are portrayed as being extremely dependent and helpless. So ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാലിന്യയുടെ വിഷൻസ് എല്ലാം മാറി മറിയുകയാണ്. അതായത് അവർക്ക് തോന്നുകയാണ്, അതായത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സൊസൈറ്റി മാറി ചിന്തിക്കണം. അതായത് ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് നേടുന്നവരാണെന്നും അവർക്ക് സ്വന്തമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചിന്തകളെല്ലാം മാറ്റണമെന്നായിരുന്നു അവർക്ക് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ആഫ്റ്റർ മൈ ട്രിപ്പ് ടു ബെർക്ലി ദാറ്റ് വി ഡിസൈഡഡ് to get an attendant. Mother was in Calcutta at the time. So അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് അവർക്കും സ്വന്തമായിട്ടൊരു അറ്റൻഡന്റിനെ വെക്കുന്നതിൽ തെറ്റില്ല എന്നും. അതുകൊണ്ട് തന്നെ ബെർക്ലി വിട്ട ശേഷം അവരും അവർക്ക് വേണ്ടി ഒരു അറ്റൻഡന്റിനെ വെക്കുകയാണ്. സോ അവരുടെ പേരായിരുന്നു മായ എന്ന് പറയുന്നൊരു 40 വയസ്സുകാരിയായ സ്ത്രീ. മായ കെയിം ആൻഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഡെയിലി ലിവിംഗ് നീഡ്. സോ നമ്മൾ പറഞ്ഞ ഈ അറ്റൻഡന്റ് ആയിരുന്ന മായ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ മെയിൻ കഥാപാത്രമായ മാലിനി ചാബ് ഏകദേശം ഒരു 22 വയസ്സ് അന്നത്തെ കാലത്ത് ആയതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ തന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അമ്മ അവരോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു, മൈ മദർ വുഡ് ഓൾവേസ് ആസ്ക് വെൻ ആർ യു ഗോയിങ് ടു ബി ഇൻഡിപെൻഡന്റ്. അതായത് അവരുടെ അമ്മ എപ്പോഴും അവരോട് ചോദിക്കുമായിരുന്നു, അതായത് എന്നാണ് നീ ഇനി ഒറ്റക്കാവുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആള് എന്നാണ് നീ ആവാൻ പോകുന്നത് ചോദിക്കാറുണ്ടായിരുന്നു. സോ അപ്പോഴൊക്കെ നമ്മുടെ മാലിനി ചിബ് പറയുമായിരുന്നു, ഞാൻ വളർന്നു വലുതാവുമ്പോൾ ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളായി മാറുമെന്ന് പറയുകയായിരുന്നു. അപ്പോഴും അമ്മ ചോദിക്കുമായിരുന്നു, ഏതാണ് ആ പ്രായം, എന്നായിരിക്കും അത്, നിനക്ക് ഇപ്പോൾ തന്നെ 21 വയസ്സായി എന്നൊക്കെ അന്ന് പറയാറുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നീട് അത് ആലോചിക്കുമ്പോൾ അവർക്ക് തോന്നിയത്, അതായത് വീട്ടിൽ നിന്ന് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ പോയ കാലത്തായിരുന്നു അവർ കൂടുതൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി മാറിയതെന്ന് അവർ ഓർക്കുകയാണ്. ഐ റിയലൈസ് ദാറ്റ് മൈ ഗ്രോയിങ് അപ്പ് സ്റ്റാർട്ടഡ് വെൻ ഐ ലെഫ്റ്റ് home and went to Oxford. സോ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് നമ്മുടെ മാലിനി യുണൈറ്റഡ് സ്റ്റേറ്റിലെ ബെർക്ലിയിലേക്ക് ഒരു ട്രിപ്പ് പോയത്. സോ ആ ട്രിപ്പ് പോകുന്നതിനിടയിൽ അവർ ലണ്ടനിൽ ഒരു പ്രാവശ്യം നിർത്തിയിരുന്നു. അവരോടൊപ്പം അവരുടെ ഡാഡും ഉണ്ടായിരുന്നു കേട്ടോ, അവരുടെ അച്ഛനും ഉണ്ടായിരുന്നു. സോ അവിടെ വെച്ച് മാലിനിയും അച്ഛനും കൂടി ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ ചെന്ന് അവിടെ അഡ്മിഷന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അന്ന് അതിലൊന്നും കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ മാലിനിക്ക് അവിടെ നിന്നൊരു ഇന്റർവ്യൂവിന് കോൾ വരികയാണ്. ആൻഡ് ആ ഇന്റർവ്യൂയെ കുറിച്ച് നമ്മുടെ മാലിനി ചിബ് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ചാറ്റ് ആയിരുന്നു. അതായത് വളരെ ഫോർമൽ ഒന്നും അല്ലാതെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ആയിരുന്നു അന്നത്തെ ആ ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് ബോംബെയിലേക്ക് വന്ന കാലത്ത് അവർ തീരുമാനിക്കുകയാണ്, ഐ ഡിസൈഡഡ് ടു സെറ്റപ്പ് എൻ ഇൻഫോർമൽ റിക്രിയേഷണൽ ക്ലബ് കോൾഡ് അഡാപ്റ്റ്.
ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന, സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് അവർ ഫോം ചെയ്യുകയാണ്. അവിടെ വെച്ച് അവർക്കുണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു സുബിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അങ്ങനെ നമ്മുടെ മെയിൻ കഥാപാത്രമായ മാലിനി ചിബ് ഈ സുബിനുമായിട്ട് വളരെ കമ്പനി ആവുകയാണ് കേട്ടോ. ആ ഇടയ്ക്ക് നമ്മുടെ സുബിന് നമ്മുടെ മാലിനിയോട് പറയുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ഇംഗ്ലണ്ട് ടു സ്റ്റഡി ചോൺസർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സുബിന് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് മാലിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പൊ മാലിനി പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ, എന്തുകൊണ്ട് നിനക്ക് ഓക്സ്ഫോർഡിലേക്ക് അപ്ലൈ ചെയ്തുകൂടാ, അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പിന് നീ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നൊക്കെ സുബിനോട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സുബിൻ അത് ട്രൈ ചെയ്യുകയാണ്. ആൻഡ് ഹി അപ്ലൈഡ് ആൻഡ് ഹി ഗോട്ട് ആൻ ഇന്റർവ്യൂ. അതായത് നമ്മുടെ സുബിന് അവിടെ പഠിക്കാൻ ചാൻസ് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ സുബിൻ ലെഫ്റ്റ് ടു ഓക്സ്ഫോർഡ്. നമ്മുടെ സുബിൻ മാലിനിയെയും ഇന്ത്യയൊക്കെ വിട്ട് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ പോവുകയാണ്. സോ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മാലിനിക്ക് ഒരു ജോയും അതുപോലെ തന്നെ ഒരു സാഡുമായിട്ടുള്ള സിറ്റുവേഷൻ ആയത്. അതായത് അവനവിടെ പഠിക്കാൻ ചാൻസ് കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ടായിരുന്നു, എന്നാൽ അവൻ വിട്ടുപോകുന്നതിൽ അവർക്കൊരു സങ്കടവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് വൺ മോർണിംഗ് ഔട്ട് ഓഫ് ദ ബ്ലൂ എ ലെറ്റർ അറൈവ്ഡ്. ദ ഹെഡിങ് on the envelope was marked Oxford Polytechnic. My mother opened the letter. The letter said, Dear Mrs. Chib, I hereby inform you that you have been accepted in the publishing course. അതായത് ഒരു ദിവസം രാവിലെ അവർക്കൊരു കത്ത് ലഭിക്കുകയായിരുന്നു. അതും എവിടെ നിന്ന്? ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ നിന്ന് അവർക്കൊരു കത്ത് ലഭിക്കുകയാണ്. സോ ആ കത്തിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കും ഓക്സ്ഫോർഡിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ് എന്നായിരുന്നു. ഐ ഷ്രീക് വിത്ത് ജോയ് എന്നാണ് അപ്പം മാലിനി പറഞ്ഞത്. അതായത് അവൾ കുലുങ്ങി ചിരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ അമ്മ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യു മസ്റ്റ് ഗെറ്റ് എ സ്കോളർഷിപ്പ്, അതർവൈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ. അതായത് അവരുടെ അമ്മ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ഒരു സ്കോളർഷിപ്പ് എന്തായാലും നേടണം, കാരണം അല്ലെങ്കിൽ നിനക്ക് അവിടെ പോകാൻ സാധിക്കില്ല, കാരണം തീർച്ചയായിട്ടും ക്യാഷ് ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പ് മണി കിട്ടാൻ മാലിനി ചിബ് പ്രാർത്ഥിക്കുകയാണ്, കൈയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അത് കിട്ടാൻ വേണ്ടി ആശിക്കുകയാണ്. കാരണം അവർക്ക് ഓക്സ്ഫോർഡിലേക്ക് പോകണമായിരുന്നു. അവിടെ പഠിക്കാനാണോ അതോ സുബിനെ കാണാനാണോ എന്നൊരു സംശയമുണ്ടെങ്കിലും അവർക്ക് അവിടേക്ക് പോകണം എന്നുള്ളൊരു സ്ട്രോങ് വിഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ് കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് നിങ്ങൾ ഈ വീഡിയോന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്തോളൂ. ഒപ്പം ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സുമായി കാണാം. ലെറ്റ്സ് പാസ് അഗൈൻ.